ഇന്ന് കോളേജ് ഫുഡ് ഫെസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്ന തിരക്കിലാണ്. സംഭവം ബലൂണും തോരണങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഡെക്കറേഷൻ വർക്കൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് പേര് ഡയലോഗ് എഴുതി പേപ്പറൊക്കെ കെട്ടി റെഡിയാക്കുന്ന തിരക്കിലാണ്. കുറച്ച് നേരമായിട്ട് ഈ പുള്ളിക്കാർ ഈ ബലൂൺ കൊണ്ട് കാര്യമായിട്ട് എന്താ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. മൊത്തത്തിൽ എന്തായാലും ഏകദേശം കൗണ്ടർ ഫുഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സംഭവം എന്തായാലും ജൂനിയേഴ്സ് എന്നാലും പേരൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തക്കാർ പന്തൽ കൊള്ളാലേ. അങ്ങനെ എന്തായാലും കൗണ്ടറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ അതിൻ്റെ മേൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് കുറച്ച് പുള്ളിക്കാരികൾ കാര്യമായിട്ട് എന്താ ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ എഫർട്ട് കണ്ടറിയാം പരിപാടി എന്തായാലും അമ്മൻ ഹിറ്റാവും. ഫുഡ് കണ്ടിട്ടാണോ പരിപാടിയുടെ മൊത്തത്തിലുള്ള ഡെക്കറേഷൻ കണ്ടിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. സാർ എന്തായാലും ഫുൾ ഹാപ്പിയാണ്. പരിപാടി എന്തായാലും തുടങ്ങാനായിട്ടുണ്ട്. ഞങ്ങൾ തൊപ്പിക്കൊണ്ട് ഏതാലേ. അതിനടുക്കാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത്. ഈ പുള്ളിക്കാർക്ക് പറ്റിയ ഡയലോഗാണ് കഴുത്തിലിട്ടത്. അങ്ങനെ എന്തൊക്കെയായാലും ഈ ടെറിട്ടറിയുടെ മുഴുവൻ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിലായിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ സെറ്റപ്പുകളൊക്കെ ഏകദേശം റെഡി വന്നിട്ടുണ്ട്. ഇനി തുടങ്ങാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. പിന്നെ സെമിനാർ ഹാളിന്റെ ചുമരിൽ ഫുള്ളും വെറൈറ്റി ഡയലോഗ്സ് ആണ്. അങ്ങനെ എന്തായാലും ഞങ്ങളൊക്കെ സെറ്റാണ്. ഈ പരിപാടി തുടങ്ങിയാൽ മതി. പിന്നെ ഈ പുള്ളിക്കാരികളൊക്കെ ഇതേപോലെ തുടങ്ങാൻ ആലോചിച്ച് നിൽക്കാന്ന് തോന്നുന്നു. പിന്നെ പരിപാടിയുടെ മൊത്തത്തിലുള്ള മേൽനോട്ടം വഹിച്ചുകൊണ്ട് നമ്മൾ അംസക്ക ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്ഥലത്തെ പ്രധാന ക്യാമറമാൻ തന്റെ വർക്ക് എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ആയിക്കുമെന്ന് അറിയാൻ ടെൻഷൻ അടിച്ച് ചുറ്റിക്കറങ്ങുന്ന തിരക്കിലാണ് ഈ പുള്ളിക്കാരൻ. മൊത്തത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ ചുറ്റിക്കറങ്ങി നോക്കി റെഡിയാക്കുന്നതിൽ ഇങ്ങനെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. അങ്ങനെ എന്തൊക്കെയായാലും പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് കഥ ആരംഭിക്കാൻ പോകുന്നത്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞാൽ ഇനി നടക്ക പോകുന്നത് യുദ്ധം. അങ്ങനെ ആദ്യത്തെ പടയാളി ഓൺ ദ സ്റ്റേജ് നമ്മുടെ ജാസ് സാർ തന്നെ. സാർ എന്തായാലും ആദ്യം തന്നെ ഓടി മറിഞ്ഞു വന്ന് സാർക്ക് വേണ്ട ഫുഡ് ഐറ്റം ഒറ്റിയെടുത്തിട്ടുണ്ട്. ഏതായാലും അതിനേക്കാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത്. യുദ്ധഭൂമി നമ്മുടെ പ്രൊഫഷണൽ ക്യാമറമാനെ എതിരാളിയായി പുതിയൊരു പടം വന്നിട്ടുണ്ട്. അതൊക്കെ എന്തെങ്കിലും ആകട്ടെ, എനിക്കൊന്നേ പറയാനുള്ളൂ, വേട്ട ആരംഭിച്ചു മക്കളെ. ചെസ് നമ്പർ 2 ഓൺ ദ സ്റ്റേജ്. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന കാര്യത്തിൽ ഗാജി സാറിന് വല്ല വേറെ ആരുമില്ല. പിന്നെ നമ്മുടെ പ്രിൻസിപ്പലിനും ടീച്ചറേയും പരാതി പണ്ടത്തെ പോലെ ഭക്ഷണം അങ്ങ് കഴിക്കാൻ പറ്റുന്നില്ല എന്നതാണ്. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ ക്ലാസ്സിൽ ഓവർ ടാലന്റഡ് പീപ്പിൾസ് വന്നാൽ പാത്രം എല്ലാം പെട്ടെന്ന് കാലിയാവും. സംശയം എന്താ കണ്ടോ, ഞാൻ തെളിവില്ലാതെ ഒന്നും പറയാറില്ല. ഫുഡ് സർവ് ചെയ്യുന്നൊന്നും അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് ഇപ്പോഴും മനസ്സിലായി. ചുളിവിൽ നമ്മുടെ കാര്യം അങ്ങ് നടക്കും. ഇവിടെ ചിലരാണെങ്കിൽ ഹനുമാൻ മരുത്തമാല കൊണ്ടുപോയ എക്സ്പ്രഷനിലൊക്കെയാണ് പാത്രത്തിൽ ഫുഡ് കൊണ്ടുവന്നത്. ഇവിടെ ഒരു പുള്ളിക്കാരന് ഭക്ഷണം കഴിക്കാൻ നേരമില്ല, അത്ര തിരക്കിലാണ്. ഇത് പിന്നെ നീലക്കുവിന്റെ വകയിലെ ബന്ധുവാണെന്ന് തോന്നുന്നു. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണകാലത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർക്കും. എന്തൊക്കെയായാലും അങ്ങനെ മൊത്തത്തിൽ ഫുഡ് ഫെസ്റ്റിവലിന്റെ വൈബായിട്ട് അങ്ങ് നടന്നുപോയി. അങ്ങനെ ഏകദേശം എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡ് അടിച്ച ക്ഷീണത്തിലാണ് എല്ലാവരും. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ റെസ്റ്റ് എടുക്കുന്ന തിരക്കിലാണ്. ഇവിടെ പിന്നെ ഫുഡ് അടി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ട് സെക്ഷൻ ആണ്. അവിടെയാണ് ജൂനിയേഴ്സിന്റെ ഫോട്ടോഷൂട്ടാണ്. ഏതായാലും അങ്ങനെ ഇന്നത്തെ ഫുഡ് ഫെസ്റ്റ് നല്ല കളറായി തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയുള്ളൂ.